നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടിയിൽ ബൈക്ക് അപകടത്തിൽ സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് പട്ടിമറ്റം സ്വദേശികൾ. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ യുവാവിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. ആനന്ദപുരം സ്വദേശി ഞാറ്റുവെട്ടി അനുരാജിനെയാണ് കാപ്പ ചുമത്തിയത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആമ്പല്ലൂർ ഏരിയയുടെ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു. AKTA ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. 5200ഓളം പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തി നൽകി മനക്കുളങ്ങര ലയൺസ് ക്ലബ്. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിൽ ബൈക്ക് അപകടത്തിൽ സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. പട്ടിമറ്റം സ്വദേശികളായ ഓലിക്കൽ 32 വയസ്സുള്ള സുരാജ്, 26 വയസ്സുള്ള സിജീഷ് എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. പോട്ട നാടുകുന്ന് വെച്ചാണ് അപകടമുണ്ടായത്. മുരിങ്ങൂരിലുള്ള ബന്ധുവീട്ടിൽ കുടുംബസമേതമുള്ള ഒത്തുചേരലിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. കൊടകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് റോഡരികിലെ മയിൽക്കുറ്റിയിലിടിച്ച ശേഷം നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് കയറുകയായിരുന്നു. അപകടത്തിന് ശേഷം ഇരുവരെയും സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ യുവാവിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. ആനന്ദപുരം എടയാറ്റുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ 27 വയസ്സുള്ള അനുരാജിനെയാണ് പോലീസ് കാപ്പ ചുമത്തിയത്. അനുരാജിന് 2023 കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും 2017, 2022 വർഷങ്ങളിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലും മയക്കുമരുന്ന് കടത്തിയ കേസിലും 2022 പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അടിപിടി കേസിലും 2021 കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അടിപിടി കേസിലും 2024 പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചാൾസ് ബെഞ്ചമിൻ എന്നയാളെ കൊലപ്പെടുത്തിയ കേസിലും അടക്കം 16ഓളം കേസിലെ പ്രതിയാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊലപാതക കേസിൽ ജാമ്യത്തിൽ ഇറങ്ങാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് അനുരാജിനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. പുതുക്കാട് പോലീസ് ഇൻസ്പെക്ടർ സജീഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ രമേശ്, അജിത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആമ്പല്ലൂർ ഏരിയയുടെ പ്രതിനിധി സമ്മേളനം കല്ലൂരിൽ സംഘടിപ്പിച്ചു. AKTA ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MP റാഫി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം മണി ബാലൻ, ഏരിയ സെക്രട്ടറി PM ദിവ്യ, ഏരിയ ട്രഷറർ VK ഡേവി എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി MP റാഫി ഏരിയ പ്രസിഡന്റ്, ലിനി സന്തോഷ് സെക്രട്ടറി, PU സുജാത ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. അഫിലിയേഷൻ എടുത്തുകൊണ്ട് കേരളത്തിൽ നമുക്ക് തനിച്ചായി ഒരു ക്യാമ്പസ് തുടങ്ങുന്നതിനുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി 1 ഏക്കർ 20 സെന്റ് ഭൂമി കൊല്ലത്ത് നാം കണ്ടെത്തി കഴിഞ്ഞു. അതിന് ടോക്കൺ വരെ കൊടുത്തു കഴിഞ്ഞു. ആമ്പല്ലൂരിലെ ജ്വല്ലറിയിൽ ലോക്കറ്റ് വാങ്ങാൻ എത്തിയ യുവാക്കൾ 17 മോതിരങ്ങൾ മോഷ്ടിച്ച സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ജയമോഹൻ ജ്വല്ലറിയിൽ വെള്ളിയാഴ്ചയാണ് സംഭവം. 22 ഗ്രാം വരുന്ന മോതിരങ്ങളാണ് നഷ്ടപ്പെട്ടത്. വെള്ളിയാഴ്ച വൈകിട്ട് സ്റ്റോക്ക് എടുത്തപ്പോൾ സംശയം തോന്നിയ ജീവനക്കാർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ലോക്കറ്റ് ആവശ്യപ്പെട്ട് ജ്വല്ലറിയിൽ എത്തിയ 2 പേരാണ് മോഷണം നടത്തിയത്. ആഭരണങ്ങൾ ചെപ്പുകളിലാക്കിയ ട്രേ ജീവനക്കാരൻ യുവാക്കൾക്ക് മുന്നിൽ വെച്ചു. ഇതിൽ നിന്ന് മോതിരങ്ങൾ അടങ്ങുന്ന ചെപ്പ് യുവാക്കളിൽ ഒരാൾ കൈക്കലാക്കുകയായിരുന്നു. ഇവർ തമിഴ് കലർന്ന മലയാളമാണ് സംസാരിച്ചിരുന്നതെന്ന് ജ്വല്ലറി ജീവനക്കാരൻ പറഞ്ഞു. മോഷണ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങൾ സഹിതമാണ് പോലീസിൽ നൽകിയിരിക്കുന്നത്. പുതുക്കാട് പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചു. 5200ഓളം പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തി നൽകി മനക്കുളങ്ങര ലയൺസ് ക്ലബ്. തിമിര രോഗമുള്ളവർക്ക് സൗജന്യ ശസ്ത്രക്രിയയും വൈദ്യസഹായവും ലഭ്യമാക്കി അവരെ തെളിമയുള്ള കാഴ്ചയുടെ ലോകത്തേക്ക് കൈപിടിച്ചു കയറ്റുന്ന മനക്കുളങ്ങര ലയൺസ് ക്ലബ് സമൂഹത്തിന് മാതൃകയാകുന്നു. 15 വർഷം മുൻപ് തുടങ്ങിവെച്ച പ്രതിമാസ നേത്ര പരിശോധനയും സൗജന്യ തിമിര നിർണയ ക്യാമ്പും
മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഈ സംഘടന. ഇതിനോടകം സംഘടിപ്പിച്ച 160 സൗജന്യ ക്യാമ്പുകളിലൂടെ 13,000-ഓളം പേരെ നേത്രപരിശോധനയ്ക്ക് വിധേയരാക്കാനും 5,200-ഓളം പേർക്ക് തിമിര ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കാനും മനക്കുളങ്ങര ലയൺസ് ക്ലബിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ പറഞ്ഞു. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബിലെ 160ാമത്തെ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പാണ് ഇന്ന് നടക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് എല്ലാ മാസവും നേത്ര ക്യാമ്പ് നടത്തുന്ന സംഘടനകളോ അല്ലെങ്കിൽ സാമൂഹിക സംഘടനകളൊന്നും ഉള്ളതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. 2010-ലാണ് ക്ലബ്ബ് പ്രതിമാസ നേത്രപരിശോധന ക്യാമ്പുകൾക്ക് തുടക്കം കുറിച്ചത്. ഈ പരമ്പരയിലെ 160ാമത് ക്യാമ്പ് ഞായറാഴ്ച നടന്നു. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചകളിൽ കൊടകര GLP സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയരാകാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് അധികൃതരുടെ നിർദ്ദേശം മാനിച്ച് ഏതാനും ക്യാമ്പുകൾ മുടക്കേണ്ടി വന്നതൊഴിച്ചാൽ തുടർച്ചയായി നേത്രപരിശോധന ക്യാമ്പുകൾ സംഘടിപ്പിച്ച് സൗജന്യ ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കാൻ മനക്കുളങ്ങര ലയൺസ് ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേറെ നേത്രപരിശോധന ശസ്ത്രക്രിയ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ള സംഘടന സംസ്ഥാനത്ത് തന്നെ ചുരുക്കമാണെന്ന് ഭാരവാഹികൾ പറയുന്നു. തിമിര രോഗമുള്ളവർ പരിശോധനയ്ക്ക് എത്തുന്നിടത്തോളം കാലം ഈ സേവനം മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ തീരുമാനം. വരന്തരപ്പള്ളി സെന്റ് ആന്റണീസ് LP സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. സിംഫണി 2025 എന്ന പേരിൽ നടന്ന പരിപാടി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് എടക്കളത്തൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺ ജെയ്സൺ കൂനംപ്ലാക്കൽ, പ്രധാനാധ്യാപകൻ KJ സെബി, പഞ്ചായത്ത് അംഗം ജോൺ തുലാപ്പറമ്പിൽ, അസംഷൻ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജാക്സൺ തെക്കേക്കര, PTA പ്രസിഡന്റ് NV തോമസ്, CJMA HSS പ്രിൻസിപ്പാൾ ബെജിൻ പ്രിൻസ്, CJM HSS ഫസ്റ്റ് അസിസ്റ്റന്റ് ജൽമ കിഴക്കൂടൻ, അസംഷൻ പ്രീ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിറ്റി ജോസ്, വരാക്കര സെന്റ് മേരീസ് കോൺവെന്റ് നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ കൃപ പോൾ, അസംഷൻ പള്ളി ട്രസ്റ്റി KJ സെബി, OSA പ്രസിഡന്റ് KK ജോസ്, മുൻ പ്രധാനാധ്യാപിക TL ലിസി, MPTA പ്രസിഡന്റ് അനു ബൈജു, പള്ളി ട്രസ്റ്റി സെബി മഞ്ഞളി, സ്റ്റാഫ് പ്രതിനിധികളായ ജ്യോതി ജോസ്, ഷൈനി ജോസ്, വിദ്യാർത്ഥി പ്രതിനിധികളായ KB ജോസഫ് എന്നിവർ സന്നിഹിതരായി. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ എൻഡോമെന്റ് വിതരണം ചെയ്തു. കലാപരിപാടികളും അരങ്ങേറി. പള്ളിക്കുന്ന് അസംഷൻ പ്രീ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. പള്ളിക്കുന്ന് അസംഷൻ പള്ളി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മേരി മാതാ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സോജ ജോൺ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജാക്സൺ തെക്കേക്കര, ഫാദർ സ്റ്റിക്സൺ കണ്ണമ്പള്ളി, സ്കൂൾ മാനേജർ സിസ്റ്റർ ജസ്മിൻ കുര്യൻ, പ്രധാനാധ്യാപിക സിസ്റ്റർ ലിറ്റി ജോസ്, PTA പ്രസിഡന്റ് ജസ്റ്റിൻ ജോൺ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. എറവക്കാട് ഓട മഹാസഭ LP ആൻഡ് UP സ്കൂളിന്റെ വാർഷികാഘോഷവും രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ AC രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റെനീഷ്, പ്രധാനാധ്യാപിക PK രമണി, OMS ജില്ലാ പ്രസിഡന്റ് OP ശശി, ഇരിങ്ങാലക്കുട റിട്ടയേർഡ് AEO അബ്ദുൾ റസാഖ്, PSC ബാങ്ക് പ്രസിഡന്റ് MG ഷൈജു, PTA പ്രസിഡന്റ് ഗായന പ്രനീഷ് എന്നിവർ പ്രസംഗിച്ചു. എൻഡോമെന്റ് വിതരണവും യാത്രയയപ്പ് സമ്മേളനവും ചടങ്ങിൽ നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി. വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്ക്, ആമ്പലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നിവ അംഗങ്ങളായ അളകപ്പനഗർ കോ ഓപ്പറേറ്റീവ് കൺസോർഷ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മഞ്ഞൾ കൃഷി വിളവെടുത്തു. വരാക്കരയിൽ ജോൺസൺ താണിശ്ശേരിക്കാരന്റെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൺസോർഷ്യം ചെയർമാൻ CB സുരേഷ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടെസ്സി വിൽസൺ, പഞ്ചായത്ത് അംഗം പ്രിൻസ് ഫ്രാൻസിസ്, CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ വർഗീസ് ആന്റണി, CK ആനന്ദകുമാർ, കൺസോർഷ്യം മാനേജിംഗ് ഡയറക്ടർ AS ജിനി എന്നിവർ പ്രസംഗിച്ചു. കൊടകര പുത്തുക്കാവ് താലപ്പൊലി, ഫൊറോന പള്ളി തിരുനാൾ എന്നീ ആഘോഷങ്ങളോടനുബന്ധിച്ച്
കൊടകര പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സമ്മാനദാന ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് K. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. KK രാമചന്ദ്രൻ MLA സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ, പുത്തുക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട്, കൊടകര സെന്റ് ജോസഫ് ഇടവക ട്രസ്റ്റി വർഗീസ് കോമ്പാറ, പ്രസ് ക്ലബ് സെക്രട്ടറി TG അജോ, ട്രഷറർ ഡിനോ കൈനാടത്ത്, സുരേഷ് ഐശ്വര്യ, VN സനീഷ് എന്നിവർ പ്രസംഗിച്ചു. NSS കല്ലൂർ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ജന്മനക്ഷത്ര കാണിക്ക സമർപ്പണം നടത്തി. ചടങ്ങിൽ NSS മുകുന്ദപുരം താലൂക്ക് യൂണിയൻ കമ്മിറ്റി ചെയർമാൻ D. ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പറവൂർ താലൂക്ക് യൂണിയൻ HR കോർഡിനേറ്റർ S. പ്രേംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മുകുന്ദപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടറി S. കൃഷ്ണകുമാർ, യൂണിയൻ കമ്മിറ്റി അംഗം നന്ദൻ പറമ്പത്ത് എന്നിവർ പ്രസംഗിച്ചു. ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചോളം. വിറ്റാമിനുകൾ, മിനറൽസ്, ഫൈബർ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയുടെ കലവറയാണ് ചോളം. റിപ്പോർട്ട് കാണാം. ചോളത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോളം കഴിക്കുന്നത് മലബന്ധം തടയാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും. ചോളത്തിൽ വിറ്റാമിൻ B12, ഫോളിക് ആസിഡ്, ഇരുമ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തിന് സഹായിക്കുന്നു. അതുവഴി വിളർച്ചയുടെ സാധ്യത കുറയ്ക്കാൻ ഇതിന് സാധിക്കുന്നു. പ്രതിരോധശേഷി കൂട്ടാൻ വളരെ നല്ലതാണ് ചോളം. ഉയർന്ന രക്തസമ്മർദ്ദത്തെ തടയാനും കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ ചോളം സഹായിക്കും. പ്രമേഹ രോഗികൾ ദിവസവും ഫൈബറിനാൽ സമ്പന്നമായ ചോളം കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിനുകളും മറ്റും അടങ്ങിയ ചോളം കഴിക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ചോളം. ഫൈബർ ധാരാളം അടങ്ങിയ ഇവ വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കും. ചോളത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ C, ലൈക്കോപീൻ എന്നിവ ചർമ്മത്തിലെ കൊളാജന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. മാള ബ്ലോക്ക് പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് ഓവർസിയറുടെ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയുള്ളവർ ഫെബ്രുവരി 18 ഉച്ചയ്ക്ക് 2 മണിക്ക് മാള ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം ഹാജരാകണം. പ്രദേശവാസികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 048028909038. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7890 രൂപ, പവന് 63,120 രൂപ. റിട്ടയർഡ് KSCB അസിസ്റ്റന്റ് എഞ്ചിനീയർ പുതുക്കാട് കണ്ണമ്പത്തൂർ പാണാട്ടുപറമ്പിൽ ജോർജ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. കൊച്ചു തെരേസയാണ് ഭാര്യ. മിനി, സിനി, ബിന്ദു, സിന്ധു, സിജി എന്നിവർ മക്കളും. ജോയ്, ജോഷി, ജോയ്, സിജൻ, പരേതനായ ജോയ് എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കണ്ണമ്പത്തൂർ പല്ലശ്ശനിക്കാരൻ തങ്കപ്പൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുഷ്പയാണ് ഭാര്യ. വിപിന, വിപിൻ എന്നിവർ മക്കളും. ശരണ്യ മരുമകളുമാണ്. ആമ്പലൂർ കൈതവളപ്പിൽ സജിനി അന്തരിച്ചു. 51 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശിവദാസനാണ് ഭർത്താവ്. മകൾ നവ്യ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടിയിൽ ബൈക്ക് അപകടത്തിൽ സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് പട്ടിമറ്റം സ്വദേശികൾ. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ യുവാവിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. ആനന്ദപുരം സ്വദേശി ഞാറ്റുവെട്ടി അനുരാജിനെയാണ് കാപ്പ ചുമത്തിയത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആമ്പല്ലൂർ ഏരിയയുടെ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു. AKTA ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. 5200ഓളം പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തി നൽകി മനക്കുളങ്ങര ലയൺസ് ക്ലബ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.